കോഴിക്കോട് അങ്കണവാടി ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ CPM പഞ്ചായത്ത് അംഗം ഒളിവിൽ. കേസിലെ പ്രതിയായ CPM പ്രാദേശിക നേതാവ് പ്രസാദിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് MM പ്രസാദ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പഞ്ചായത്ത് മെമ്പറിനെ കാണാനില്ല, ഒളിവിലാണ്. കേസ് അംഗൻവാടി ജീവനക്കാരിക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമ കേസ്. എന്താണ് കൂടുതൽ വിവരം? വിനോദ്, ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പെരുവയിലുള്ള പഞ്ചായത്ത് അംഗമായിട്ടുള്ള CPMന്റെ നേതാവായിട്ടുള്ള MM പ്രസാദ് ഈ അംഗനവാടിയിലേക്ക് എത്തുന്നു. ഈ അംഗനവാടിയിൽ എത്തുന്ന സമയത്ത് അംഗനവാടിയിലെ ജീവനക്കാരി അവിടെയുണ്ട്. ഈ ജീവനക്കാരിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു, ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുന്നു. ജീവനക്കാരി എതിർക്കുന്നു. ഇതിലാണ് പിന്നീട് ഈ ജീവനക്കാരി കുന്നമംഗലം പോലീസിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ പ്രസാദ് സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കടന്നു കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രസാദിനായിട്ടുള്ള അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രസാദ് നാട്ടിലെ CPMന്റെ നേതാവാണ്. CPM കുന്നമംഗലം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ തന്നെ പൂവാട്ടുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. പെരുവയൽ പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ പ്രസാദിനെതിരെ വലിയ സമരമൊക്കെ ഇന്ന് അംഗനവാടി ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതിനെ തുടർന്ന് ഈ പ്രസാദിനെ ഈ ഏരിയ കമ്മിറ്റി പാർട്ടി CPM പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പഞ്ചായത്ത് അംഗം എന്നുള്ള ഇത് രാജിവെക്കണം എന്നുകൂടി CPM ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അംഗനവാടി ടീച്ചറുമാരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്നാണ് CPM ഇങ്ങനൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രസാദിനായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രസാദിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് ബന്ധുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. പട്ടാപ്പകൽ ഈ കഴിഞ്ഞ 7-ാം തീയതി അംഗനവാടിയിലേക്ക് എത്തുന്നു. അംഗനവാടിയിലെ ജീവനക്കാരുടെ കയ്യിൽ കയറി പിടിച്ച് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുന്നു. ഇതിനെ തുടർന്ന് പിന്നീട് ഈ ജീവനക്കാരി പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുക്കുന്നു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം ആരംഭിച്ച് 2 ദിവസം കഴിയുമ്പോൾ പോലും ഈ പ്രസാദിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.